ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ദിവസം പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാണ്. അമ്മയോട് ഭയങ്കര സ്നേഹമുള്ള പുണ്യ അമ്മയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഡോറൊക്കെ തുറന്നു പിടിച്ചു തന്നു. പതിയെ ഇറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചനാണ്. കൊച്ചനെ അച്ഛ ഒന്ന് കളിയാക്കിയതാണ്. പണി അച്ഛയ്ക്ക് തന്നെ തിരിച്ചു കിട്ടി. ഇനി അച്ഛയ്ക്ക് എന്താ പണി കിട്ടിയെന്നല്ലേ? അച്ഛ അവിടെ താഴെ ചെന്നിട്ട് പറഞ്ഞു, സാത്തിക്ക് തോറ്റുപോയി, അച്ഛ ജയിച്ചേ. അവൻ വഴക്കുണ്ടാക്കി അച്ഛനെ തിരിച്ച് മേളി കയറ്റിയിട്ട് അച്ഛ ഇനി എൻ്റെ പുറകിന് ഇറങ്ങി വാന്നും പറഞ്ഞുകൊണ്ട് അവൻ ആദ്യം തന്നെ ഇറങ്ങി അവിടെ റോഡിൽ ചെന്ന് നിന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ രണ്ടുപേരും തോറ്റുപോയി, ഞാനാ ജയിച്ചേന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവർ രണ്ടുപേരുടെ കളിയിൽ ഓട്ട മത്സരം തുടങ്ങി. ആരാദ്യം എത്തുമെന്ന്. ഇത് എവിടേക്കാണ് ഓടുന്നതെന്നറിയാം, റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. എനിക്ക് പിന്നെ ഓടാൻ വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതിയെ നടന്ന് അവിടെ എത്തി. ഇവരെന്തായാലും ഇവർക്ക് വഴി അറിയാത്തതുകൊണ്ട് ഞാൻ ചെല്ലാതെ ഇവരെവിടെയും പോവില്ലെന്ന് എനിക്കറിയാം. അവിടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സിഗ്നലൊക്കെ ഒന്ന് ഞെക്കി. പിന്നെ ഞങ്ങൾ എവിടെ പോയാലും പൊന്നിക്ക് ഞെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ കയറി ട്രെയിനിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ കംഫർട്ടബിളായിട്ട് ഒക്കെ ഇരുന്നു. കാരണം എപ്പോഴും നമ്മളൊരു 2 മിനിറ്റ് മുന്നേ എത്തും കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ വെളിയിലോട്ട് വായി നോക്കിയിരുന്നു. എന്താണെന്നറിയില്ല, കുറേ ദിവസം കൂടെയെന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ചീറ്റി പോവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ വെളിയിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങൾ പോകുന്ന സ്ഥലം പാംകാട്ടനാണ്. അവിടെ മഴയാണെങ്കിൽ കാണാനോ പോകാനോ ഇറങ്ങാനോ നടക്കാൻ പറ്റത്തില്ല, ഗാർഡനിൽ കൂടെ നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരുന്നു. പണി കിട്ടുമോ, അവിടം വരെ പോയിട്ട് തിരിച്ച് വരേണ്ട വരുമോ എന്നൊക്കെ. എന്തായാലും അങ്ങനെ ആയില്ല. പിന്നെ ഇപ്പം ഇവിടെ എല്ലാം തേണ്ടി ഈ മഞ്ഞപ്പൂവിൻ്റെ സീസണാണ്. ഇത് ഇവിടുത്തെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി റസ്പ് ഓയിൽ കിട്ടും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. ട്രെയിൻ ഇറങ്ങി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ബസ് കയറി ബസ്സിലിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 3 സീറ്റുള്ള ഒരു കിട്ടി, ഒരു പ്ലേസ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ഏറ്റവും പുറകിൽ പോയിരുന്നു. എന്താണെന്നറിയോ, അല്ലെങ്കിൽ ഈ പുള്ളിക്ക് ഭയങ്കര സംശയമാണ്. ആ ബസ്സിലുള്ള എല്ലാവരെയും ഭയങ്കര ഒച്ചയിൽ ചോദിച്ചിട്ട് എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പുറകിൽ പോയിരുന്നു. പതുക്കെ ഇങ്ങനെ പുള്ളിയും ആ ഭാഗമൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വെളിയിലേക്ക് തന്നെ നോക്കിയൊക്കെ ഇരുന്നിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതെന്താ, ഈ വണ്ടി എന്താ ഇവിടെ നിർത്തിയത്? അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വലിയ ബസ്സുകളാണ്, ഡബിൾ ഡെക്കർ പോലത്തെ അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ബസ്സുകളാണ്. അമ്മ ഇവിടെയൊക്കെ ലോങ് ബസ്സാണല്ലോ, നമ്മുടെ അവിടെ എന്താ ലോങ് ബസ് വരാത്തേ? അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ എത്തി എന്ന് പറയാം. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോന്ന് കാണുമ്പോഴും ഈ ലൈറ്റ് എന്താണ്, അങ്ങനെ ഭയങ്കര ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. അച്ഛനെ ചില നേരത്ത് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്ന് കളയും. എന്ത് ആൻസർ പറയാനാണ്. ചില സമയത്ത് ആൻസറുകളൊക്കെ ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൻസർ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന പോലെ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ പുള്ളിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ടാറ്റയൊക്കെ കൊടുക്കാൻ തുടങ്ങി. ടാറ്റയൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കിയിരുന്നു. അമ്മ ദേ ആ വണ്ടി അങ്ങോട്ട് പോയി, ഈ വണ്ടി ഇങ്ങോട്ട് പോയി, ഇത് ഈ കളറ് കണ്ടു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അത് അച്ചയോടെ ആയി. അങ്ങനെ ഞങ്ങൾ എങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കൊരു ടെൻഷനുണ്ട്, നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കറക്റ്റ് ബസ് സ്റ്റോപ്പിലൊക്കെ ചെന്ന് ഇറങ്ങണം. അപ്പം നമ്മൾ അതിൻ്റെ ശ്രദ്ധയിലൊക്കെ ഇരിക്കുകയാണ്. ഒരുപാട് ദൂരമില്ലായിരുന്നു നമുക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് പോകാനായിട്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പണി കിട്ടും. നമ്മളെ വേണ്ടാത്ത സ്റ്റേഷനിലൊക്കെ ചെന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരും. എനിക്കങ്ങനെ പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇത് എൻട്രൻസിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം എന്തായാലും ചെന്നതല്ലേ, ആദ്യം തന്നെ കണ്ടെടുത്ത് ഇനിയും ഇതിലെയാണോ എക്സിറ്റ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് കുറേ അച്ചയുടെയും പൊന്നിയുടെയും ഷോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇതാണ് എൻട്രൻസിലെത്തി. ഇത് ബാക്കിൽ നിന്നുള്ള എൻട്രൻസിലെത്തി. അവിടെ നിന്ന് അവരോട് ചോദിച്ചു, ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം നമ്മൾ തപ്പുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ആയിരിക്കും. എൻ്റെ കൂടെയുള്ള വ്യക്തി എവിടെ പോയാലും ആദ്യം ടോയ്ലറ്റ് തിരക്കി പോകുന്നതുകൊണ്ട് ഇപ്പം എനിക്കും അത് ശീലമായി. ആദ്യം ചെന്നിട്ട് എവിടെ ചെന്നാലും ആദ്യം ടോയ്ലറ്റാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അവിടെ ചെന്നൊന്ന് ഫ്രഷായിട്ട് മാത്രമേ മുന്നോട്ട് ഞങ്ങൾ പോകാറുള്ളൂ. എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു ശീലമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കൂടെയുള്ള ആളിൻ്റെ സ്വഭാവം കണ്ടുപിടിച്ച്, ഇവിടെ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ വേണമല്ലോ കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞാനും ഇപ്പോൾ ആ ഒരു ശീലത്തിലേക്കായിപ്പോയി. കൂടിയിട്ട് 10-11 വർഷമായില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ. അങ്ങനെ അവിടെ ചെന്നപ്പം തന്നെ ഒരു കുളമായിരുന്നു. അവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമായിരുന്നു, ഒരു തടാകം പോലെ. പിന്നെ നിറച്ച് നമ്മുടെ താറാവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നു. അതൊക്കെ പൊന്നിയൊക്കെ ഒന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ഒരു കാട് പോലെ ഇങ്ങനെ മലയിലോട്ട് കയറാനായിട്ട് കിടക്കുമായിരുന്നു. നമുക്ക്
അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണുന്നില്ല, കുറച്ച് മല പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കുറേ കടലാസ് ചെടി പോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ താഴെ അവിടെ ഞങ്ങളൊന്ന് ക്രോസ് ചെയ്ത് ചെന്നപ്പോഴത്തേക്കിനും അവിടെ താഴെ ഇറങ്ങി നിൽക്കാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഒന്ന് കറങ്ങി അടിച്ചു. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പം അവിടെ കളിക്കുന്ന താറാവും ഇതുമെല്ലാം കാണിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കുറേ നേരം നിന്ന് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു മല പോലെ ഒരു സാധനം കയറാനുണ്ട്. ഇത് ചവിട്ടി കയറാനൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടക്കാൻ നോക്കി. ഇത് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏത് വഴിക്കാണ് നടക്കേണ്ടത്, കുറേ വഴികൾ, ചുറ്റും വഴികൾ, ഏത് വഴിക്കാണ് നടക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് തോന്നിയ ഒരു വഴിയെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന്, അത് തന്നെ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുണ്ടോ, ഒരു വെള്ളമൊക്കെ ഒലിച്ചു വരുന്ന ഒരു മലയോര പ്രദേശത്തിന് ഇതുപോലെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങൾ അതിൻ്റെ മേളിൽ ചെന്നപ്പോൾ എന്താണെന്ന് പറയുക, അവിടെ ഒരു കുളം കുത്തിയിട്ട് അവിടെ പൈപ്പ് കണക്ഷൻ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് നാച്ചുറൽ ആയിരിക്കും, പക്ഷേ മേളിൽ ചെന്ന് കണ്ടപ്പോഴാണ് അത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അവിടെ ഒരു ചെറിയ കുളവും അതിനകത്ത് നിറച്ച് പൈപ്പ് കണക്ഷനുണ്ട്. അപ്പം ആ പൈപ്പിൽ നിന്ന് തന്നെയാണ് വെള്ളം വന്ന് താഴെ ഒഴുകുക, ആ വെള്ളം തിരിച്ച് മേളിൽ വരിക. നമ്മുടെ ഫൗണ്ടൈൻ പോലെ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് ഈ ഒരു ഏരിയ മുഴുവൻ കുറേ അപ്പച്ചനും അമ്മച്ചിമാരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്കൊന്നുമില്ല പച്ചമരുന്ന് ചെടികളോ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇതിവിടെ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മോട്ടറിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് താഴേക്ക് ഒഴുകുന്നത്. അപ്പം അതൊക്കെ നോക്കി നിന്നു. അതിനകത്തൊക്കെ കുറച്ച് നേരം കൈയിട്ടു. പിന്നെ ഈ ഒരു ഭാഗം, ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ഹൗസാണ്. ഇവിടെ കയറുന്നത് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇത് നിറച്ച് ബട്ടർഫ്ലൈ ആയിരുന്നു. അപ്പം ഇതാ എൻട്രൻസ് ആണ്. അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നടന്ന് ക്ഷീണം തീർക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ചെന്ന് ഇതാണ് പലതരത്തിലുള്ള ബട്ടർഫ്ലൈയുടെ കൊക്കൂൺസൊക്കെ എങ്ങനെയാണ് വിരിയുന്നത്, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയുണ്ട് നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിറച്ച് ബട്ടർഫ്ലൈ, പല വർണ്ണത്തിലുള്ള പല കളറിലുള്ള ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് നടക്കും. ഈ ഭാഗം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ മാത്രം ഞങ്ങൾ പോയതിൽ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇത് കണ്ട അവരവിടെ കുറച്ച് നിറയെ ഫ്രൂട്ട്സ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ബട്ടർഫ്ലൈ ഒക്കെ വന്ന് അതിലിങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ നിറച്ച് ബട്ടർഫ്ലൈ വന്നിരുന്നിട്ട് ഇതിലെ നീരൊക്കെ വലിച്ച് കുടിക്കുകയാണ്. അപ്പം ഇത് ഓറഞ്ച്, പിന്നെ ഒരിടത്ത് തണ്ണിമത്തൻ, പിന്നെ ഈ ഹണി കോമ്പ് പോലെ എന്തോ ഒരു സാധനമൊക്കെ അവരിതിന് ഫീഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവർ ഓരോ ബട്ടർഫ്ലൈനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തിനുള്ളതാണെന്നും നമുക്കറിയില്ല, എന്തിനും. പിന്നെ അവിടെ പൂക്കളൊക്കെ കുറവായിരുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരിതൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു വാട്ടമലം പോലെ ഒരു സാധനം വെച്ചിരിക്കുകയാണ്. അവിടുന്ന് വന്നിരുന്ന 2 ബട്ടർഫ്ലൈ ഇങ്ങനെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇങ്ങനെ നിറച്ച് ബട്ടർഫ്ലൈ നമ്മുടെ ചുറ്റിനൊക്കെ ഇങ്ങനെ പല കളറിലുള്ളത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്നു, കുറച്ച് നേരമൊക്കെ കണ്ടു. എന്താ പറയുക, അവിടെ നിന്നിപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഓരോ ബട്ടർഫ്ലൈനെ വെച്ച് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളും ഇതൊക്കെ ആയിട്ടായിരുന്നു. അപ്പം എനിക്ക് ഇത് കണ്ടപ്പം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ ഫീഡൊക്കെ കൊടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചേറെ നേരം അവിടെ നിന്ന് കേട്ടോ. കുറേ കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ കൊച്ചിനെയൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിലേക്കും ചുറ്റിക്കിറങ്ങി. ഇവിടെ കണ്ടോ, നല്ല രസമല്ലേ ഈ നീല കളറുള്ള ബട്ടർഫ്ലൈയെ കാണാൻ. അപ്പം ഒരു ഹണി കോമ്പ് പോലെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ താഴെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് വേറെ ഗ്ലാസ് ഹൗസിൽ കയറിയപ്പോഴായിരുന്നു പണി കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.